ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് മുട്ടും കാലും ദേഹം മൊത്തം വരയ്ക്കുന്ന തരത്തിലുള്ള രീതിമുറിച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇങ്ങനെ അവരുടെ ക്രിസരീസ് ഒക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സാണ്, ഒരേ ഒരു ടെക്നിക്സാണ്. ഇത് നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ ഷേക്കബിളായിട്ടുള്ള ഒരു രീതിമുറിച്ച് കിട്ടും. ഓക്കെ, പലരും പേഴ്സണലായിട്ടൊക്കെ ബോക്സറൊക്കെ വാങ്ങാൻ വേണ്ടി വരത്തില്ലേ, അപ്പോൾ സംസാരിക്കുമ്പോൾ അവരവരെ വിഷമങ്ങളൊക്കെ പലരും പറയാറുണ്ട്. അതിലേറ്റവും ഇതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ചിലർക്ക് ഓറലിയൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ ഇഷ്ടമില്ല. അത് പങ്കാളിക്ക് ഇവരൊക്കെ ഒരുപാട് ഫാൻറ്റസൈസ് ചെയ്തിട്ട് കയറി കല്യാണമൊക്കെ കഴിക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും പ്രൈവറ്റ് ഭാഗത്തിലൊന്നും അവർക്ക് അവരുടെ സ്വകാര്യ ഭാഗത്തൊന്നും തൊടുന്നതോ അല്ലെങ്കിൽ ഓറലൊക്കെ ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്താ പറയുക, എന്താ ചെയ്യുവാൻ, എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കാറുണ്ട്. നമ്മളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാനും പാടില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർക്കത് എൻജോയ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അല്ലേ. പിന്നെ സത്യം പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. പക്ഷേ മോസ്റ്റ്ലി ഞാൻ പറയുന്നത്, വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും തമ്മിൽ ബിഫോറൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫ് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അതിലൊരു വ്യക്തിയാണ് ഞാനും. അസെക്ഷലായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന വന്നിട്ടുള്ള ഒരാളെ ഞാനും. കാരണം നമ്മൾ അവരുടെ ഇതറിയുന്നത് നിങ്ങളുടെ ടേസ്റ്റാണോ, അല്ലെങ്കിൽ ചിലർക്ക് വല്ല ഫാൻറ്റസികളും മാത്രം ഡിസോർഡറുകളൊക്കെ ഉണ്ടാകും. ചില നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഡിസോർഡറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാനും അങ്ങനെയുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടേതായ ലെവലിലുള്ള ഒരാളെ ചൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ. ലൈംഗികതയ്ക്ക് മുമ്പ് നിങ്ങളൊരു എന്താണ് STD ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വിവാഹത്തിന് മുമ്പ് അവരുടെ ലൈംഗികത എങ്ങനെയുള്ളതെന്ന് തിരിച്ചറിയേണ്ടതോ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും മതി. അല്ലെങ്കിൽ സെക്സ് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പലരുടെ ജീവിതം അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് മറ്റു പല ബന്ധങ്ങളിലേക്കും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ഒന്ന് പറയണം, തെറ്റാണെങ്കിൽ അതും പറയണം കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ വരുന്നത് അല്ലേ. കുറേ പേർക്ക് ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. നിങ്ങൾക്കിത് 2 നേരം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100% നാച്ചുറലാണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താനും കാരണം. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 നേരം നിങ്ങളുടെ ലിംഗത്തിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക മാത്രമല്ല, നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയുള്ള കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് എത്തിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിംഗത്തിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് STDൻ്റെ അല്ല കേട്ടോ, അല്ലാതെ ഫംഗലോ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് ചുരുങ്ങിയൊക്കെ വരുന്നവരാണെങ്കിൽ, ചിലർക്ക് ലിംഗം ചുരുങ്ങിയൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യഥാർത്ഥ സൈസിലേക്ക്, എക്സ്ട്രാ വളരെ നല്ല യഥാർത്ഥ സൈസിലേക്ക് എത്താനും നിങ്ങൾക്ക് നല്ല രീതിയിൽ തടിയും നീളവും ഒക്കെ പഴയ പോലെ എന്ന് വെച്ചാൽ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. കേശര, ശതാവരി, ലങ്ങാശു എന്തെങ്കിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാട്ടോ ഈ ഓയില്. അതുപോലെ ഫോർ സ്കിന്നിനൊക്കെ നിങ്ങൾക്ക് മുമ്പിലുള്ള ഈ ലോക്കായി കിടക്കുന്ന സ്കിന്ന് പുറകോട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വളരെ നല്ലൊരു സ്മെല്ലുമാണ്. നിങ്ങൾ ഇതെടുത്തിട്ട് ലിംഗത്തിൻ്റെ താഴെ നിന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്താൽ മതിയോ. ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് ദടിയിലേക്ക് എത്തിക്കുന്ന ഈ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒരു പർച്ചേസ് ചെയ്തോളൂ. പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ആദ്യം എന്താ, നന്നായിട്ട് ഫോർപ്ലേക്ക് ചെയ്ത് ബോഡി ഒരുക്കി എടുത്തതിന് ശേഷം കാലുകൾ മാറ്റി വെച്ച് ക്രിസരീൻ്റെ മുകളിലത്തെ ആ തൊലി പുറകിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ചുണ്ടിൻ്റെ O എന്ന ഷേപ്പ് വെച്ചതിന് ശേഷം നിങ്ങൾ വാക്കും മുമ്പ് ഇങ്ങനെ വർക്ക് ചെയ്ത പോലെ സക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു റിതം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള ലെവലിൽ അത് മനസ്സിലാകുന്നിടത്തോളം വരെ അങ്ങനെ സക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്താണ് ഇങ്ങനെ സക്ക് ചെയ്ത് പിടിച്ച് ആ ഒരു ക്രിസരി വായിൽ ഇരിക്കുമല്ലേ, അങ്ങനെ വായിൽ വെച്ച് ആ ക്രിസരിയെ നാവ് കൊണ്ട്, വായിൻ്റെ നാവ് കൊണ്ട്, അകത്തുള്ള നാവ് കൊണ്ട് ഇങ്ങനെ ഇളക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്യണം. കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, ചെയ്തുകൊണ്ട് വെക്കുക. കുറച്ച് നേരം അങ്ങനെ ചെയ്യുക, പിന്നെ റിലീസാക്കുക. പിന്നെ അങ്ങനെ ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് ക്രിസരിയിൽ നാവ് കൊണ്ട് ഇരിക്കുക, പിന്നെ റിലീസാക്കുക. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സെൻസേഷൻ അവർക്ക് കിട്ടും. വളരെ ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു രീതിമുറിച്ചിലേക്ക് അവരെ എത്തിക്കാൻ സഹായിക്കും. പിന്നെ ഇങ്ങനെ എത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക്
അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന കാര്യം അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാനും അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് അത് ശരിയായ രീതിയിൽ എൻജോയ് ചെയ്യാനും പഠിക്കണം. 8,000-ലേറെ നെർവ് എൻഡിങ്സ് ഉള്ള ക്രിസരി ഈ രീതിയിൽ ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഷേക്കിംഗ് ആയിട്ടുള്ള രീതി മുറിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.